എന്നിട്ട് എന്താണ് കണ്ടുപിടിച്ചത്? ഇടതുപക്ഷ സർക്കാർ സാക്ഷാത്കരിച്ചിട്ടുള്ള എല്ലാ പദ്ധതികളും ഫ്ലോപ്പാണ്. അവർ ചെയ്തു കൊടുത്തിട്ടുള്ള വീട്, ആ വീടിന് വിള്ളലുകളുണ്ട്, വെള്ളം അകത്തേക്ക് വീഴുന്നുണ്ട്. പല വീടുകളുടെയും പണികൾ ഇതുവരെയും പൂർത്തീകരിച്ചിട്ടില്ല. 178 വീടുകൾ ആദ്യഘട്ടമായിട്ട് നൽകുമെന്ന് പറഞ്ഞിട്ട് പോലും അതിൽ ഒരു വീടുകൾ പോലും ആവാസ യോഗ്യമല്ല, അല്ലെങ്കിൽ വാസയോഗ്യമല്ല എന്നുള്ളതാണ് സ്മൃതി ഈഷൻ പറയുന്നത്. അതായത് 178 വീടുകളുടെയും താക്കോൽ ദാനം നടക്കുമെന്നുള്ളത്, അത് വിഷുവിന് മുൻപായിട്ട് അവരെ എല്ലാവരെയും അവിടെ കയറി താമസിപ്പിക്കുമെന്നായിരുന്നു ഇടതുപക്ഷത്തിന്റെ ക്യാപ്റ്റനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവ് പറഞ്ഞത്. അതിനുശേഷം ഇത്രയും വിഷു എല്ലാം കഴിഞ്ഞിട്ടും അവരെ താമസിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യത്തിലേക്ക് അതിന്റെ നടപടികൾ തുടങ്ങിയിട്ടില്ല. കാരണം അതിന്റെ മെയിൻ്റനൻസ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ പല അവധികൾ വരുന്നുണ്ട്, വിഷു വരുന്നു, അങ്ങനെയുള്ള പല അവധികൾ വരുന്നു. പണിക്കാരന്മാരും മനുഷ്യന്മാരാണ്, റോബോട്ടൊന്നും അല്ല. അവർക്കും അവധി വേണം. അതിനിടയിൽ കുറച്ച് പേർക്ക് പനി വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ പണിയും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു കോൺട്രാക്ട് കൊടുത്തിരിക്കുന്ന ഒരു സ്ഥലത്ത് അവർക്ക് തോന്നിയതുപോലെ അവർ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ മഴക്കാലത്തിന് മുൻപ് എല്ലാ ആളുകൾക്കും കയറി താമസിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെ